നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോള്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചിരട്ട. ഭയങ്കരമായ റെക്കോർഡ് വിലയിൽ നിൽക്കുന്ന തേങ്ങയുടെ വില കേട്ടാൽ നമ്മൾ ഞെട്ടും. അതിന് ഉപരിയായി ചിരട്ട വിലയ്ക്കും നല്ല വിലയാണ് ഇപ്പോൾ വിപണിയിൽ നിന്ന് കിട്ടുന്നത്. കുണ്ട്ര ആക്രിക്കടയിൽ ഇപ്പോൾ 1 കിലോ ചിരട്ട കൊടുക്കുമ്പോൾ നമുക്ക് 25 രൂപയാണ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. അതിൽ കൂടുതലുണ്ടെങ്കിൽ അവരതിനനുസരിച്ച് വില കൂട്ടിത്തരും. ഈ ചിരട്ടകളെല്ലാം കളക്ട് ചെയ്ത് അവർ അന്യ സംസ്ഥാനങ്ങളിലേക്കാണ് കയറ്റുമതി ചെയ്യുന്നത്. അവിടെ ചിരട്ടധിഷ്ഠിതമായ ധാരാളം വ്യവസായശാലകൾ ഇപ്പോൾ ഉണ്ട്. അതിൽ പല കരകൗശലങ്ങളും പല ഈ ചിരട്ടക്കരികളും മറ്റും ഉണ്ടാക്കാനായി ഇത് ധാരാളം ഉപയോഗിക്കുന്നുണ്ട്. സാമഗ്രികൾ എടുക്കാൻ നടക്കുന്ന വണ്ടികളിൽ ഇപ്പോൾ പ്രത്യേക ബോർഡ് വെച്ചാണ് ഇങ്ങനെ പോകുന്നത്, ചിരട്ട എടുക്കപ്പെടും എന്നും പറഞ്ഞു. മിക്ക വീട്ടുകളിലും കവറുകളിലിട്ട് സൂക്ഷിച്ചു വയ്ക്കുകയാണ് ഇപ്പോൾ ഈ മോഹവിലയിലുള്ള ചിരട്ട. അതിനു പുറമെ ചിരട്ടകൾ കിട്ടാനും കുറവ്. കാരണം ഇപ്പോൾ തേങ്ങയ്ക്ക് റെക്കോർഡ് വിലയിൽ നിൽക്കുമ്പോൾ, അതായത് 1 കിലോ നാടൻ തേങ്ങ വേണമെങ്കിൽ 100 രൂപ. അത് ഇപ്പോൾ കിട്ടുമ്പോൾ ഇപ്പോൾ നേരത്തെയൊക്കെ 5 കിലോ തേങ്ങ മേടിച്ചിരുന്ന വീട്ടുകാർ ഇപ്പോൾ 2 കിലോയും 1 കിലോയാണ് ഇപ്പോൾ വാങ്ങിക്കുന്നത്. അരമുറിയാണ് ഇപ്പോൾ മിക്ക വീട്ടുകളിലും അതിലും താഴെയാണ് ഉപയോഗിച്ചു വരുന്നത്. അങ്ങനെ തേങ്ങ ചുരുങ്ങിയ ചിരട്ടകൾ നമുക്കും സൂക്ഷിച്ചു വെക്കാം. ഇങ്ങനെ കിലോ ആവുമ്പോൾ നമുക്കും കൊടുത്താൽ മറ്റ് സാധനങ്ങൾ തൂക്കി വാങ്ങിക്കുകയും ചെയ്യാം. ഇപ്പോൾ അധിക പേരും BSNL സിമ്മിലോട്ടാണ് പോർട്ട് ചെയ്യുന്നത്. മറ്റ് കമ്പനികളിലെ താരിഫ് കൂടിയത് കാരണം BSNL സാധാരണക്കാർക്ക്, ഇടത്തരക്കാർക്കും മറ്റ് ടെലിഫോൺ ഉപയോഗങ്ങളും താങ്ങാനാവാതെ വന്നപ്പോൾ BSNLിലേക്ക് പോർട്ട് ചെയ്യുകയാണ് ചില ആൾക്കാർ. ഏറ്റവും കൂടുതൽ വന്നത് ജിയോ സിമ്മിൽ നിന്നാണ്. ജിയോ സിമ്മിൽ നിന്ന് BSNLിലേക്കാണ് കൂടുതൽ ആൾക്കാരും പോർട്ട് ചെയ്തത്. എങ്ങനെ സിം പോർട്ട് ചെയ്യാമെന്നുള്ളതാണ് ഈ പറയുന്നത്. ജിയോ സിം അല്ലെങ്കിൽ ആക്റ്റീവായിട്ടുള്ള സിം, നമുക്ക് ഏത് പോർട്ട് ചെയ്യണമെങ്കിൽ ആ സിം ആക്റ്റീവായിരിക്കണം. ആക്റ്റീവായിട്ട് അതിന് SMS അയക്കാനുള്ള ഇതും ഉണ്ടായിരിക്കണം, ചാർജും ഉണ്ടായിരിക്കണം. അതിൽ നിന്ന് മെസ്സേജിൽ പോയിട്ട് മെസ്സേജിൽ നിന്ന് പിന്നെ പോർട്ട് സ്പേസ് മൊബൈൽ നമ്പർ, അതായത് പോർട്ട് PORT ക്യാപിറ്റൽ ലെറ്റർ അടിച്ചതിന് ശേഷം സ്പേസ് ഇട്ടതിന് ശേഷം നമുക്ക് ഏത് നമ്പറാണ് മാറേണ്ടത് ആ നമ്പർ അടിച്ചു കൊടുക്കുക. അത് സെൻഡ് ചെയ്യുന്നത് 1900 സെൻഡ് ചെയ്യണം. നമ്പർ മാറാതെ നമുക്ക് കമ്പനി മാറാം. ഇങ്ങനെ സെൻഡായ തിരിച്ചു വരുന്ന 1901 നിന്ന് ഒരു മെസ്സേജ് നമുക്ക് കിട്ടും. അതിനകത്ത് UPC കോഡ് ഉൾപ്പെടെ ഒരു കോഡ് വരും. ആ കോഡും കറണ്ട് ഡേറ്റും കൂടെ എഴുതി വെച്ച് നമ്മൾ BSNL ഓഫീസിൽ ആധാർ കാർഡുമായിട്ട് പോയാൽ അവർ ലൈവായിട്ട് ഫോട്ടോയൊക്കെ എടുത്ത് നമുക്ക് സിം റെഡിയാക്കി തരും. BSNL ഓഫീസിൽ പോകുമ്പോൾ OTP വരാൻ വേറൊരു മൊബൈൽ കൊണ്ടുപോകണം. അവിടെ തുച്ഛമായ പൈസയും കൊടുക്കണം. കണ്ടതിൽ വളരെ നന്ദി.